ആളും ഫ്രണ്ട്ലിയാണ്. ഇത് ശരിക്കും അമരപ്പയർ വാളപ്പയർ അല്ലേ? ഏകദേശം 1 മീറ്ററോളം സ്ഥലത്ത് നമുക്ക് കോഴിയുണ്ട്, മുയലുണ്ട്, ആവശ്യത്തിനുള്ള പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ കിളികളുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പം ശരിക്കും ഒരു ചെറിയ വീട്ടിലാണെങ്കിലും നമുക്ക് എല്ലാം ചെയ്യാം. ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്ജു ടെയിൽസ്. ഇന്ന് നമ്മള് നമ്മുടെ രേഷ്മയുടെയും വിനീതിന്റെയും വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവരെ പരിചയം ഉണ്ടാകും, കാരണം നമ്മുടെ എഡ്ജു ടെയിൽസിന്റെ വീഡിയോസിൽ മിക്കപ്പോഴും അവരെ നമ്മൾ കാണാറുണ്ട്. ഞങ്ങളുടെ നെയ്ബറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ വീട്ടിലാണ് വന്നത്. അവരുടെ വീട്ടിൽ നാട്ടിൽ നിന്നും രേഷ്മയുടെ പേരൻസ് വന്നിട്ടുണ്ട്. അപ്പോ അവര് പച്ചക്കറി തോട്ടവും മുയലും കോഴിയും അങ്ങനെ കുറെ കാര്യങ്ങൾ നാട്ടിലെ പോലെ തന്നെ ചെയ്തു. ഒരു ചെറിയ കേരളം അവർ ന്യൂസിലാൻഡിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ എഡ്ജു ടെയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സബർബാണ്. അപ്പം നമുക്ക് അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ രേഷ്മേനെയും വിനീതിനെയും ഒന്ന് പരിചയപ്പെടാം. ഓ, ഇത് കണ്ടോ, നന്ദനം. നാട്ടിലെ പോലെ തന്നെ അവരുടെ വീടിന്റെ പേര് അവരിട്ടിരിക്കുന്നത് നന്ദനം എന്നാണ്. നല്ല രസമുണ്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഇവരിൽ നാട്ടിൽ നിന്ന് വരുത്തിച്ച് ഇവിടെ പ്ലേസ് ചെയ്തതാണ്. അപ്പൊ നമുക്കൊന്ന് ബെല്ലടിച്ച് അവരെ വിളിച്ചാലോ? അവരോ വരുന്നുണ്ട്. ഇത് വിനീത്, ഇത് രേഷ്മ. അപ്പൊ ഞങ്ങളൊന്ന് കയറി വരുവാണ്. നല്ല പിക്ചറൊക്കെ ഉണ്ടല്ലോ. ഓക്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണല്ലേ? ഓ, പാണ്ഡ്യമാർട്ടിൽ നിന്ന്. നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ പാണ്ഡ്യമാർട്ടിൽ, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കാരണം നല്ല പിക്ചറുകളും വാൾ പേപ്പറും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ നല്ല മണി പ്ലാന്റ് ഉണ്ടല്ലോ, ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലെ വീട്. ഇത് ഏത് വർഷം വാങ്ങിച്ച വീടാണ്? ഞങ്ങൾ ഇത് മേടിച്ച് 2 വർഷം. നിങ്ങൾക്ക് ഈ എഡ്ജു ഡിക്സൺ ഏരിയ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്? എഡ്ജു ഡിക്സൺ, പിന്നെ അതുകൂടാതെ ഹോസ്പിറ്റലിന് അധികം ദൂരമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാങ്ങിച്ച സമയത്തൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഹൈ ആയിരുന്നു? അതോ ഇൻട്രസ്റ്റ് റേറ്റ് അത്യാവശ്യം കൂടി നിന്ന സമയത്തായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കുറയുന്നാണ് പറയുന്നത്. അടുത്തൊരു വർഷത്തേക്ക്, അടുത്ത മാസം എന്തോ റിവ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മോർഗേജും മറ്റേ ചെലവുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടോ? അതോ അത് കുഴപ്പമില്ല, നമ്മള് കുഴപ്പമില്ല. അത് തന്നെ. അപ്പോൾ നല്ല വീടാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. നല്ല ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ. ഇത് എവിടുന്നാ? ഇത് ഓക്ലാൻഡിൽ നിന്ന് ഞങ്ങള് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരാള് ചെയ്തു തന്നാണല്ലേ? നല്ല ക്ലോക്കാണ്. രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. പീകോക്സ്. ഇത് എത്ര ബെഡ്റൂമിന്റെ ഹൗസ് ആണത്? ഇത് 3 ബെഡ്റൂം. 3 ബെഡ്റൂം. ഒരു കിച്ചണും ടോയ്ലറ്റുകളും എല്ലാം ഉണ്ടല്ലേ? 2 ടോയ്ലറ്റ്. അത് നമ്മുടെ രേഷ്മയുടെ പേരൻസ് ആണ്. അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തുവോ? ഇതമ്മ. 6 മാസത്തെ വിസ. മെയ് വരെ ഉണ്ടല്ലേ? ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു 3 മാസവും കൂടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ? ഇവർക്ക് തണുപ്പിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. തണുപ്പിന്റെ പ്രശ്നമുണ്ടല്ലേ? നല്ല ക്ലൈമറ്റ്. അച്ഛൻ കൈ കാണിച്ചില്ല. അച്ഛൻ ഇനി വരുന്നില്ല. അതിനെ പറ്റി അത് നാട്ടിൽ നിന്ന് വരുമ്പോ അവർക്ക് കുറെ നാള് ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് നാട്ടില് അവിടെ ഇവിടെയൊക്കെ പോയി കടയിൽ പോവാ, വർത്തമാനം അതൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട്. അമ്മയ്ക്കോ? അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ. അമ്മ ഹാപ്പിയാണ്. മക്കളുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ സെറ്റായി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ അത് കാണാനാ ശരിക്കും വന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പച്ചക്കറിത്തോട്ട് ഒന്ന് കണ്ടാലോ? നല്ല മുയലാണല്ലോ. പേരിട്ടിട്ടുണ്ട്. ഇതിപ്പം എത്ര വയസ്സായിട്ടുണ്ടാകും? ഇപ്പം ഇവക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 1 വയസ്സാണ്. ഇപ്പൊ ഒരു വയസ്സ്, 1 വയസ്സല്ല, 1.5 വയസ്സായിട്ടുണ്ടാവും. 1.5 വയസ്സായിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. പേരെന്താ? നിക്കി. അനികയുടെ മാളുവിന്റെ നിക്കിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പം അവരെടുത്തോണ്ട് നടക്കും ഫുൾ ടൈം. ഇത് നല്ല കിളികളാണല്ലോ. പല കളറുണ്ട്. ഗ്രീൻ കളറ്. 3 വെറൈറ്റി ഉണ്ട്. ഒരു ഗ്രീൻ ഉണ്ട്, അപ്പുറത്തൊരു വയലറ്റ് ഉണ്ടല്ലോ, പിന്നെ ഒരു വയലറ്റ് വൈറ്റും കൂടിയിട്ടുള്ളത്. വയലറ്റും വൈറ്റും ഉള്ളത് 4 ഉണ്ടായിരുന്നു, ഒന്ന് പോയി.
ഒരു മുട്ടയിടാൻ തുടങ്ങിയില്ല. ഇതെന്താ? ഇത് ബജ്ജീസ്, നമ്മുടെ നാട്ടിലെ ലവ് ബേർഡ്സ് എന്ന് പറയും. ലവ് ബേർഡ്സ്. ഇത് നിങ്ങൾ വാങ്ങിച്ച് വെച്ചാണോ അതങ്ങനെ? ഞങ്ങള് വാങ്ങിച്ചിട്ട്. ഇതാ ഞങ്ങളുടെ ഓറഞ്ച് ആണോ ഇത്? നാരങ്ങയാണോ ഓറഞ്ച് ആണോ? ഇത് മാൻഡറിൻ എന്ന് പറയും. മാൻഡറിൻ. ഇതിങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, ഇങ്ങനെ ചെറുതായിട്ട്. അതിന്റെ സീസൺ ആയി വരുന്നേ ഉള്ളൂ. സീസൺ ആയി വരുന്നതേ ഉള്ളൂ അല്ലേ? പക്ഷെ അത് ചെറുതല്ല, സീസൺ ആകുന്നതേ ഉള്ളൂ. അതിന് വലുത്, ഒത്തിരി വലുതാവില്ല. മാൻഡറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ഓറഞ്ചിന് തെറ്റി പറയുന്ന നമ്മൾ ഓറഞ്ച് എന്ന് പറയുന്നത്, ഇത് മാൻഡറിനും പിന്നെ നമ്മൾ വേറെ ഓറഞ്ച് ഇവിടെ കുറച്ചുകൂടി വലുത്. ആപ്പിളിന് പക്ഷെ ഒരു ക്ഷീണമാണല്ലോ. ആപ്പിള് കഴിഞ്ഞ വർഷം ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യത്തെ എന്തോ ഒരു അസുഖം വന്ന പോലെ. ഞങ്ങളുടേതും ഇതുപോലെ തന്നെ. നമ്മുടെ വീട്ടിലെ അല്ലേ ഹുസേ, നമ്മുടെ വീട്ടിലെ ആപ്പിളും ഇങ്ങനെ എന്തോ കുത്തു വീഴുന്നത് പോലെ വന്നു. ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ കുത്തു വീണത് പോലെ വന്നു. ഇതിനകത്ത് ഇതിന് മരുന്നും അങ്ങനത്തെ അടിച്ചു കൊടുത്തൊന്നുമില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. ഓ, ചോളം ഉണ്ടല്ലോ ഇവിടെ. ചോളം ഉണ്ട്. ചോളം ആയി വരുന്നതേ ഉള്ളു അല്ലേ? ചോളം ഏകദേശം പറിക്കാറായി തോന്നുന്നു. ഇങ്ങനെ എന്താ അത് ആയി വരുന്നത് എങ്ങനെയാ നമ്മൾ അറിയുന്നേ? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്ന് ഇപ്പൊ ഏകദേശം ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം ആയി വരും അല്ലേ? ഇപ്പൊ ആയി എന്നാണ് തോന്നുന്നത്. ഇത് ഈ വാഴ നിങ്ങള് എവിടുന്ന് നമുക്ക് തൈ കിട്ടിയ? വാഴ ഞങ്ങളൊരു ഫ്രണ്ട് തന്നാണ്, ഒന്ന് തന്നാണ്. ഇപ്പം കുറെ നമ്മുടെ നാട്ടിലെ ചെറിയ പഴമാണോ? ചെറിയ പഴമാണ്. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇത് ആയി വരുന്നതേ ഉള്ളൂ. ഇത് മത്തൻ. ഞാൻ നട്ടതല്ല, താനെ കഴിഞ്ഞ മുളച്ചു വന്ന് വലിപ്പം വരുന്നേ ഉള്ളൂ. ആണല്ലേ? സാധാരണ മത്തൻ നമ്മള് നിലത്ത് കിടക്കുന്നതാണ് കാണുന്നത്, തൂങ്ങി കേറിപ്പോയതാ. കറിവേപ്പില നിങ്ങള് ഡ്രമ്മില് വെച്ചിരിക്കും? ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഡ്രം കട്ട് ചെയ്ത് മേടിച്ചിട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രമ്മിൽ വെക്കുന്നത്? ശരിക്കും ഞങ്ങളാണെങ്കിലും തിരിച്ച് വീട്ടിന്റെ അകത്ത് വെക്കാൻ വേണ്ടിയാണോ? കാരണം വിന്റർ വരുമ്പോ ഇത് ഫ്രോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും. ആ സമയത്ത് അകത്തെടുത്ത് വെക്കും. ഇതെന്തുവാണ്? ഇത് മറ്റേ നമ്മുടെ ഒരു ചെറി ഗുവാന്ന് പറയും, നമ്മുടെ പേരക്ക. അത് ചെറിയുടെ അത്ര ചെറിയതായിട്ട് വരുന്നു, നിറയെ പിടിച്ചിട്ടുണ്ട്. ആ വലുപ്പം വെച്ച് വരുന്നേ ഉള്ളൂ. സീസൺ ആണ് അത്. ഇതായി വരുമ്പോ ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ, ഉറപ്പായിട്ട്. ഇത് പിന്നെ ഞങ്ങളുടെ ചീര ഇഷ്ടം പോലെ നിൽപ്പുണ്ടല്ലോ. ചീര നമ്മുടെ നാട്ടിലെ ചുമന്ന ചീര. ചീരയുടെ നടുക്ക് പച്ചമുളക്. പച്ചമുളക് ഒത്തിരി അപ്പുറത്തൊക്കെ നട്ടിട്ടുണ്ട്. പച്ചമുളക് വന്നിട്ടുണ്ട്. പച്ചമുളക് തക്കാളി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു. നമുക്ക് ഇത്തവണ ഉണ്ടോ? ഓ, ഉണ്ട്. ഇതല്ലേ ഇത് അപ്പുറത്തെ ആ സൈഡില് അവിടെയും നട്ടിട്ടുണ്ട്. ഇതാ തക്കാളി ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, പഴുത്ത് വരുന്നേ ഉള്ളൂ. പഴുത്ത തക്കാളിയൊക്കെ. ഇത് മണി മേക്കർ എന്ന് പറഞ്ഞത് പച്ചമുളക് അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു സമ്മറിന്റെ നല്ല വാട്ടം. ഇത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം 2-3 ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പറിച്ച്. ഇതുണ്ട് ഇപ്പൊ ഒന്നുണ്ട് ഇപ്പം. ചെറിയ ക്യാപ്സിക്കം. നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ആയാലും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ഫ്രീസറിൽ നന്നായിട്ട് തുടച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചു. ഇത്തവണയും പ്രതീക്ഷിക്കുന്ന കിട്ടുന്നു, പക്ഷെ ഇത്തവണത്തെ എനിക്ക് തോന്നുന്നു സമ്മറിന് അധികം ഒന്നും നമുക്ക് ഇത്തവണ വെജിറ്റബിൾസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ടൊമാറ്റോ തന്നെയാണ് ഈ ഒരു മാസം മുമ്പാണ് തീർന്നത്. ഇത് അതുകൊണ്ട് ഇതുണ്ട്, ഇവിടെയും കുറച്ച് ടൊമാറ്റോ നട്ടിട്ടുണ്ട്. ഞാൻ ഇത് ലേറ്റ് ആയിട്ട് നട്ടാണ്, പിടിച്ചു വരുന്നതേ ഉള്ളൂ അല്ലേ? ചെറിയ രീതിയിൽ ആയി വരുന്നുണ്ട്. ഇതും ഇവിടെ ഉണ്ട് ഒരു പച്ചമുളക് ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ച് ഇതാക്കിയത് കൊണ്ട് ഇതാണ്ടേ പച്ചമുളക് നിറയെ ഉണ്ടായി വരും. പുതിനയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് ഒരു നമ്മുടെ കാട് പോലെ വന്നിട്ട്. ഇത് അതെന്ത് പയറോ? വലിയ പയറ്. ഇത് നമ്മുടെ നാട്ടിലത്തെ നീളം പയറ്. ഇങ്ങോട്ട് വന്ന കാണിച്ച വലിയ നമ്മുടെ വാളപ്പയർ അല്ലേ? നമ്മുടെ ഏകദേശം 1 മീറ്ററോളം നീളം ഉണ്ട്. ഞങ്ങള് 2-3 പ്രാവശ്യം പറിച്ചു ഓൾറെഡി, ബീൻസും ഒക്കെ ആയിട്ട്. അപ്പം നല്ല ഇതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പാക്ക് ആൻഡ് ചെയ്യുന്ന സാധനം ഒന്നും വാങ്ങിക്കുന്നില്ല, ഇവിടുന്ന് തന്നെ വെജിറ്റബിൾസ് യൂസ് ചെയ്യുവാണോ? ഞങ്ങള് പരമാവധി ഇവിടെ തന്നെ വെജിറ്റബിൾസ്
ഇത് പിന്നെ പാവക്ക ഞാൻ നമ്മുടെ ഫിജോവ ട്രീക്കകത്തോട്ട് കയറ്റി വിട്ടതാണ്. അപ്പം വേറെ താങ്ങൊന്നും കൊടുക്കണ്ട. അപ്പൊ അതില് തന്നെ പാവക്ക ഉണ്ടായിട്ടുണ്ട്, കാണിച്ചു തരാം. അതിന്റെ പാവയ്ക്ക നല്ല നല്ല വലിയ പാവയ്ക്കാണല്ലേ. ഇവിടെ എല്ലാം ഉണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പാവക്ക കുഞ്ഞുങ്ങൾ ഫിജോവയും ഫിജോവ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് വെട്ടി അത് ഇപ്പൊ ഫിജോവയുടെ കായകൾ. ഫിജോവ ശരിക്കും ഫിജീന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിൽ കാണൂലേ സാധനം. അത് ഇവിടെ വന്നപ്പോൾ ഞാനും കണ്ടത്. പക്ഷെ എനിക്ക് തോന്നിയത് ഫിജീന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണെന്ന്. പക്ഷെ അതുപോലെ തന്നെ ഇത് വൈൻ ഉണ്ടാക്കാൻ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് അല്ല. ഒരു പേരക്കായുടെ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ്. പിന്നെ സിൽവർ ബീറ്റ് ചീരകള്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക കണിവെള്ളരി എന്നൊക്കെ പറയില്ലേ. നമ്മുടെ വിഷുവിന് കണി വെക്കുന്നത് അല്ലേ. ഇത് ഞങ്ങളൊരു ഫ്രണ്ട് തന്നാണ് ഉണ്ടായി വെച്ച് വരുന്നത്. ഞങ്ങള് കഴിഞ്ഞ വർഷം വെള്ളരിക്ക വെച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് ഇച്ചിരി ഇങ്ങനെ പച്ച കളറിൽ വന്നിട്ട് ഒരു ചെറിയ മുള്ളുള്ളത്. അല്ലല്ല, അത് ഏത് ടൈപ്പ് വെള്ളരിക്ക ആയിട്ട് വരും? അത് വെള്ളരിക്ക അത് കുക്കുംബർ ആയിരുന്നു. കുക്കുംബർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അത് പറിച്ചു കഴിച്ചു കിട്ടിയായിരുന്നു. അത് പിന്നെ ഉണങ്ങിട്ട് ഇവിടെ ബ്രിഞ്ചാളിന്റെയും ഓരോ വലിയ ബ്രിഞ്ചാളായിട്ട് വെറൈറ്റീസ് ഒത്തിരി. ഞങ്ങൾ ഒരു പ്രാവശ്യം പറിച്ചു ഒന്നിനകത്തൊക്കെ. നിങ്ങള് വിത്ത് വാങ്ങിച്ചിട്ട് ചെയ്യുമായിരുന്നോ? ഇതൊക്കെ മുളപ്പിച്ച്. ഇല്ല, ഇത് ചെടി വാങ്ങിച്ചതാണ്. ഇത് പിന്നെ നമ്മളൊരു ഫ്രണ്ട് തന്നാണ്. ഇത് നമ്മുടെ ബ്രിഞ്ചാളിന്റെ തന്നെ മറ്റേത് റൗണ്ട് വേർഷൻ ആണ്. ഇത് നമ്മുടെ ഇതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടതും അതെ റൗണ്ട് നീളത്തിൽ വരുന്നത്. അത് ഇത് നമ്മളൊരു ഫ്രണ്ട് തന്ന ചെടികളാണ്. അപ്പം ബ്ലൂബെറി ഇപ്പൊ കേട്ടോ ഇവിടെ. ബ്ലൂബെറി ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അനിക എല്ലാ ദിവസവും പറിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ ബ്ലൂബെറി സ്മൂത്തിയും ഒക്കെ നമ്മള് സാധാരണ അടിക്കുന്നത്. ബ്ലൂബെറി സ്ട്രോബെറി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ. കൊള്ളാട്ടോ. ഓ, നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ നമുക്കിനി പരിചയപ്പെടാം. ഒരാളല്ല, 3 പേരുണ്ട്. ഇത് നമ്മുടെ കോഴിയമ്മമാര്. നാട്ടിലെ കോഴികൾ നമ്മളെ ഇതിപ്പോ നിങ്ങൾ കോഴികളെ വാങ്ങിച്ച് എവിടുന്ന്? ഇത് അടുത്ത് ഇവിടെ ഇങ്ങനെ വിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലേ. അപ്പൊ 3 എണ്ണത്തിന് വാങ്ങിച്ചതാണ്. പിള്ളേർക്ക് ഇവരെ പുറത്തിറക്കി വിടാറുണ്ട്, പക്ഷെ ഇപ്പൊ വിടുന്നില്ല. ഈ പച്ചക്കറിയൊക്കെ ആയ പിന്നെ പച്ചക്കറികൾ നശിപ്പിക്കോ? അതുകൊണ്ട് ഇത് മറ്റേ ഒരു ഹയലിൻ. നമ്മുടെ നാട്ടിലെ പോലെ ഈ കോഴികൾ ഓടി എല്ലായിടത്തും പോകുമോ? അതോ ഇല്ല, ഇവര് ഇതിന്റെ അകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് നിൽക്കുള്ളൂ. പക്ഷെ എന്നാലും പച്ചക്കറിയൊക്കെ മുസ്ലിംലെ കോഴികൾ അനുസരണയുള്ള കോഴികളാണ്. ഇത് ഹൈലിൻ ബ്രൗൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലെ. അത് ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ താഴെ ഇട്ട് കൊടുത്തവന്മാര് മൊത്തം ചിക്കി കളയും, നശിപ്പിച്ച് കളയും. അപ്പൊ പിന്നെ ഫുഡ് വേസ്റ്റ് ആണ്. ഇപ്പൊ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം തിന്നും. അപ്പൊ അത് തുറക്കാനോ അങ്ങനെ? അത് ബക്കറ്റ്, നമ്മളെ സാധാരണ ബക്കറ്റിന് ഇതാക്കി ഇത് വാങ്ങിച്ചതാണ്. അതിന്റെ ഫീഡർ സാധനം ബക്കറ്റ് നിറച്ച് വെക്കും. ശരിക്കും ഒരു വീട്ടില് ഒരു ചെറിയ രീതിയിൽ കോഴികളെയൊക്കെ വളർത്താനാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. ശരിക്കും എഡ്ജുവിയിൽ നമുക്കിത് ഭയങ്കര വലിയ ഏക്കറുകളുള്ള സ്ഥലമൊന്നും അല്ല. ഇതിപ്പോ നമുക്ക് എത്രയുണ്ട്? 517 അത്രേ ഉള്ളു. ആ ഒരു സ്ഥലത്ത് നമുക്ക് കോഴിയുണ്ട്, മുയലുണ്ട്, ആവശ്യത്തിനുള്ള പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ കിളികളുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പം ശരിക്കും ഒരു ചെറിയ വീട്ടിലാണെങ്കിലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മുട്ടയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 2-3 ഒക്കെ വെച്ചിട്ട് 2-3 മുട്ട വെച്ച് കിട്ടും. അപ്പൊ കുട്ടികൾക്ക് മുട്ടയ്ക്ക് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊന്നും പോകണ്ട. വേണ്ട. നമ്മള് മുട്ട ഇതിനകത്ത് വിളുമാനെ ഇതിനകത്ത് കയറി മുട്ടയിടും. നെസ്റ്റിംഗ് ബോക്സ് വെച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ തന്നെ ആണ് ഇതിന്റെ എല്ലാം തന്നെ ചെയ്തതാണ്. ഓ, എത്ര മുട്ട ഉണ്ട്? 3 എണ്ണം. എല്ലാ ദിവസവും 3 എണ്ണം വെച്ചിട്ട് ഇവര് തരും. 3 എണ്ണം അല്ലെങ്കിൽ 2. അപ്പൊ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു കോഴീനെ ഒക്കെ നമ്മൾ വളർത്തുവാണെങ്കിൽ നമുക്കിപ്പം പാക്ക് ആൻഡ് സേവിലോ അവിടെ എങ്ങും പോയി നമുക്ക് മുട്ട വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മുട്ട വാങ്ങിച്ചിട്ട് ഇപ്പം ഒത്തിരി കാലമായി അല്ലേ. പിള്ളേർക്ക് പിന്നെ ഇഷ്ടമാണ്. പിള്ളേർക്ക് അന്നേരം സെപ്പറേറ്റ് നമുക്കൊന്നും ചെയ്യേണ്ട. നാട്ടിലെ ചെമ്പരത്തിയാണല്ലോ, പക്ഷെ കളറ് ഓറഞ്ച് ആണ് കാണിക്കുന്നത്. കളറ് പക്ഷെ ചെണ്ടുമല്ലിക എന്നൊക്കെ ചെണ്ടുമല്ലിക എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ
നമ്മുടെ ഗാർഡൻ ഹാമിൽട്ടൺ ഗാർഡനിൽ ചെല്ലുമ്പോ നമ്മുടെ ഇന്ത്യയുടെ സിമ്പിൾ ആയിട്ട് വെച്ചിരിക്കുന്നത് കൂടുതലും ജമന്തി. ഇതെന്തുവാ സംഭവം? ഇത് വെച്ചാല് നമ്മുടെ ഒരു നമ്മളെ ലെമൺ വർഗത്തിൽപ്പെട്ടാണ് കലമൻസി എന്ന് പറയും. ഫിലിപ്പിനോസിൽ ഭയങ്കര അവര് എന്തൊക്കെയോ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. കുറച്ച് ഇത്ര നല്ല വലിപ്പം വരും, പക്ഷെ പുളിച്ചിട്ട് പുളി എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പുളിയാ. പക്ഷെ അപ്പൊ അവരെങ്ങനെയായിരിക്കും? അവര് വേറെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളൊക്കെ ഞാൻ നമ്മുടെ ഫിലിപ്പിനോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ കഴിഞ്ഞ എനിക്ക് അറിയില്ലായിരുന്നു. ഇതിപ്പോ അവര് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വലുതാകുമ്പോ അവർക്കൊക്കെ പറിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇത് വെട്ടിക്കളയാന്നൊക്കെ വരുന്നത്, കാരണം അങ്ങനെ പുളിയായതുകൊണ്ട്. അപ്പം ഇത് നമ്മളെ കാണിക്കുന്ന നാരങ്ങ എടുക്കാനായിട്ട് ഇത് നമ്മളെ ലെമൺ, നമ്മുടെ ലൈമല്ല ലെമൺ. ലെമൺ എന്ന് പറഞ്ഞാൽ ഒരു വലിപ്പം ഇത് പഴയതാണ്. ഇതിപ്പം പഴയ അപ്പൊ ആ ഒരു വലിപ്പം വരും അല്ലേ? അത്ര ഒരു വലിപ്പം വരും. ഇതില് കുരുണ്ടോ? സീഡുള്ളതാണ്. ഉണ്ടാവും. ഇത് വെള്ളം ഉണ്ടാക്കി കുടിക്കാം. അങ്ങനെ ഇതിപ്പോ നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ അത് വലുതാകും അല്ലേ? കൊള്ളാട്ടോ, എല്ലാം നല്ല രീതിയിൽ നിങ്ങള് ചെയ്തിട്ടുണ്ട്. മേപ്പിൾ ട്രീ ഇത് എനിക്ക് തോന്നുന്നു ഇത് ജാപ്പനീസ് അല്ല, ഇത് വേറെ ഏതൊരു അല്ലേ? ഇത് ജാപ്പനീസ് ആയിരിക്കും, കാരണം ഇവിടെ ഞങ്ങള് വാങ്ങിക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഒരു ജപ്പാനീസ് ഫാമിലി. ഓക്കെ, അവരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിച്ചത്. ജപ്പാനീസ് ആയിരിക്കും വെറൈറ്റി. സംഭവം നമുക്ക് വേറൊരാളെയും കൂടി പരിചയപ്പെടുത്തരാം. ഇതാണ് ഞങ്ങളുടെ കുക്കി. കുക്കി ഇത് ശരിക്കും തൊടാൻ പറ്റുമോ? ആളും ഫ്രണ്ട്ലിയാണ്. ഇത് ശരിക്കും ഏത് പക്ഷി? കോക്കട്ടൈൽ എന്ന് പറയും. കോക്ടെയിൽ അല്ല, കോക്കട്ടൈൽ. അതൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതും ഫ്രണ്ട്ലിയാണ്. ഞാൻ കുഞ്ഞാമ്പ് മേടിച്ച ഇപ്പം 2 മാസമായി. ഇങ്ങനെ ഇപ്പം പുറത്തൊക്കെ വന്ന ആൾക്കാരൊക്കെ കണ്ടോണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഷോൾഡറിലൊക്കെ വരും. നമ്മുടെ അനികയുടെ ഫ്രണ്ടാണ്. അനിക, ഇതാണ് നമ്മുടെ അനിക കേട്ടോ. ഇത് നമ്മുടെ കുക്കിക്ക് ഇടാനുള്ള പാമ്പറാണ് കേട്ടോ. അവര് പറഞ്ഞു ഇങ്ങനെ പാമ്പർ വാങ്ങിച്ചിട്ട് ഇത് കഴുത്തേ കൂടെ ഇട്ടിട്ട് അവിടെ ഒരു ചെറിയ കോട്ടൺ പീസോ ക്ലോത്തോ എന്തെങ്കിലും വെച്ചു കൊടുക്കും, അങ്ങനെ ഇടിയിക്കോ എന്നാണ് പറഞ്ഞത്. പക്ഷെ കുക്കിക്ക് അത് താല്പര്യമില്ല, അവനെ ട്രയൽ ചെയ്യിക്കണമെന്ന് പറയുന്നു. ഞങ്ങൾ പാഷൻ എന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമാണ്. നിങ്ങൾ രണ്ടുപേരും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അത് ചോദിച്ചില്ല കേട്ടോ. എനിക്കറിയാം, പക്ഷേ ഹോസ്പിറ്റലിലെ രണ്ടുപേരും നേഴ്സുമാരാണ്. ഓക്കെ, അന്നേരം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വിനീത്? ഞാൻ ഡയാലിസിസില് ഓങ്കോളജി വാർഡില്, നമ്മുടെ വൈക്കാട്ടോ DHB-ല്. അപ്പൊ DHB വർക്ക് ചെയ്യുന്ന 2 നേഴ്സുമാരാണ്. അപ്പം നല്ല രീതിയിൽ അവര് ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തില് നിങ്ങള് ഫുൾ ടൈം ആണോ അതോ? ഞാൻ 0.9-ഉം 0.8-ഉം FT ആണ് കേട്ടോ. രണ്ടാഴ്ച കൂടുമ്പോ ഞാൻ 9 ഡ്യൂട്ടി ചെയ്യും, 8 ഡ്യൂട്ടി. ബാക്കിയുള്ള സമയങ്ങളിൽ ഇതിനങ്ങനെ വലിയ സമയം നമ്മൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പക്ഷിയും മൃഗങ്ങളും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. പച്ചക്കറികൾക്ക് നമുക്ക് വേറെ പോകണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു സന്തോഷം. മെന്റൽ പ്രഷർ അത് തന്നെ, അല്ല പ്രഷർ അല്ല പ്ലഷർ അത് തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടില് നമ്മൾ ചെറിയ പച്ചക്കറി തോട്ടങ്ങളും ചെറിയ കോഴികളും അതുപോലെ കിളികളും മുയലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. നമുക്ക് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പോകാം. അതുപോലെ അപ്പൊ നമ്മുടെ എഡ്ജുവിയില് നമ്മുടെ ഒരു വീട് നമ്മളിപ്പോ കണ്ടു കേട്ടോ. നമ്മുടെ എഡ്ജുവിയിൽ നമുക്ക് ഒരുപാട് നെയ്ബേഴ്സ് ഉണ്ട്, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളും എഡ്ജുവിയിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് എഡ്ജുവിലിന്റെ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ ഗാർഡൻ ടൂർ ഒക്കെ കഴിഞ്ഞപ്പോൾ രേഷ്മയും അമ്മയും കൂടി ഗാർഡനിൽ നിന്ന് പറിച്ച പുതിനയും അതുപോലെ തന്നെ ലെമണും ഉപയോഗിച്ച് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി തന്നെ കേട്ടോ. സൂപ്പർ ഡ്രിങ്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടില് ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ ഗാർഡൻ ടൂർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.